ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിനെ ബാധിച്ചിരിക്കുന്ന ഹിഡൻ എനർജിയെക്കുറിച്ചാണ്. അല്ലെങ്കിൽ അതൊരു ഹാബിറ്റ് ആയിരിക്കാം, നിങ്ങളുടെ ഒരു എനർജി ആയിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തി ആയിരിക്കാം. സോ നിങ്ങളുടെ ലൈഫിൽ കുറേ കാലങ്ങളായിട്ട് പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഫീൽ ചെയ്യുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് മുകളിലേക്ക് ഉയർന്നു പോകുന്നതനുസരിച്ച് അത് എങ്ങനെയൊക്കെയോ ഒന്ന് താഴേക്ക് പോകാനായിട്ട് ചില എനർജീസ് ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് കാണാവുന്നതാണ്. ഒരു ഹെവി എനർജി, നിങ്ങൾക്ക് അനാവശ്യമായിട്ട് എപ്പോഴും ടെൻഷൻസ്, വെറുതെ സമാധാനമായിട്ടിരിക്കാൻ പറ്റാത്ത ഒരു രീതി. സോ അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നോക്കാം നിങ്ങളുടെ ആ ഒരു ഹിഡൻ എനർജി തരുന്ന വ്യക്തി, അല്ലെങ്കിൽ അത് എവിടെ നിന്നാണ്, അതിൻ്റെ സോഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഈ ഒരു റീഡിങ് കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ സ്വഭാവം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാനുള്ള ചില കാര്യങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ നിന്നും തീർച്ചയായിട്ടും മനസ്സിലാവും. ടാരോ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്താണ് നിങ്ങളിനി ചെയ്യേണ്ടത്. ഈ ഒരു എനർജിയിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് തരുന്ന യൂണിവേഴ്സ് മെസ്സേജ് എന്താണ്, നിങ്ങളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും എന്നൊക്കെയാണ് ഇന്നത്തെ റീഡിങ്ങിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ടാരോയോട് ചോദിച്ച് നോക്കാം. ടാരോ എന്ന് പറയുന്നത് ഓൾവേസ് ഒരു ടൂളാണ്, ഒരു ഗൈഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് 2 നിമിഷം നിങ്ങളൊന്ന് റിലാക്സ്ഡായി ഒന്ന് മെഡിറ്റേഷൻ ചെയ്ത്, അല്ലെങ്കിൽ ഒന്ന് ബ്രീത്തിലേക്കൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു റീഡിംഗ് കാണുക. കാരണം ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാവർക്കും കണക്റ്റ് ആവുന്ന ഒരു റീഡിംഗ് ആയിരിക്കില്ല. ഈ റീഡിംഗ് ആരൊക്കെ അറിയണമോ അവരിലേക്കായിരിക്കും എത്താൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു റിലാക്സ്ഡ് ആയതിനു ശേഷം റീഡിങ്ങിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ടാരോയോട് ചോദിച്ചു നോക്കാം. Tarot, please guide me. Reading for my audience, reading for my subscribers. അവരുടെ ലൈഫിൽ അവരെ പുറകിലേക്ക് വലിക്കുന്ന ഒരു എനർജി ആരാണ്, അല്ലെങ്കിൽ എന്താണ് ആ ഒരു എനർജി നമുക്ക് നോക്കാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, ആരാണ് നിങ്ങളുടെ ആ ഒരു ഹിഡൻ എനിമി? എന്താണ് നിങ്ങളുടെ ആ ഒരു ഹിഡൻ എനിമി? നിങ്ങൾ അറിയാത്ത, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടുന്ന ആ ഒരു കാര്യം, ആ ഒരു വ്യക്തി എന്താണ്, അല്ലെങ്കിൽ ആരാണ്? ഹൂ ഈസ് യുവർ ഹിഡൻ എനിമി? നിങ്ങളുടെ തിരിച്ചറിയാത്ത ആ ഒരു ശത്രു ആരാണെന്ന് നോക്കാം. ഹൂ ഈസ് യുവർ ഹിഡൻ എനിമി? ക്വസ്റ്റ്യൻ നമ്പർ 1. ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളോട് എങ്ങനെയാണ് ഇടപഴകുന്നത്? ഈ ഒരു എനർജി ആയിരിക്കാം, ഈ ഒരു വ്യക്തി ആയിരിക്കാം, നിങ്ങളോട് എങ്ങനെയാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് നോക്കാം. നിങ്ങളുമായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2. ആൻഡ് എന്തുകൊണ്ടാണ് ഈ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്കെതിരെ ഉള്ളത്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി, ഈ ഒരു എനർജി നിങ്ങൾക്കെതിരെ ആയി നിൽക്കുന്നത്? എന്തുകൊണ്ട് ഈ ഒരു എനർജി, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങൾക്കെതിരായി നിൽക്കുന്നത്? ഓക്കെ, ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു നോക്കാം. ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു എനർജി നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്ത് പാഠമാണ് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ടത്? ഈ ഒരു വ്യക്തിയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട പാഠം എന്താണ്? എന്ത് പാഠമാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? ഈ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാം? നിങ്ങളെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? നിങ്ങൾക്ക് വേണ്ടി തന്നെ നിലനിൽക്കുകയാണെങ്കിൽ, അതായത് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ച് നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഔട്ട്കം എന്തായിരിക്കും, അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും നോക്കാം. ഇത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു മെസ്സേജാണ്. സോ നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് നോക്കാം. അതായത് നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ച് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ഓക്കെ, സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. ഹു ഇസ് ദാറ്റ് പേഴ്സൺ? ആ ഒരു വ്യക്തി ആരാണ്, അല്ലെങ്കിൽ ആ ഒരു എനർജി എന്താണെന്ന് നോക്കാം. ഒരു ഹിഡൻ എനിമി അല്ലേ? ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഈ ഒരു വ്യക്തി, അല്ലെങ്കിൽ ഈ ഒരു എനർജി എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടിരിക്കുന്നത്? 4 ഓഫ് സോർട്സ്. നിങ്ങളുടെ ലൈഫിനെ ഇതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കാം. ഓക്കെ, 7 ഓഫ് വോൺസ് ആണ്.
നിങ്ങളെ എന്ത് പാഠമാണ് പഠിക്കാനുള്ളത്? 3 ഓഫ് wands. നിങ്ങൾക്ക് എങ്ങനെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്യാം? ദ സൺ എന്ന് പറയുന്ന കാർഡാണ് വന്നിട്ടുള്ളത്. സോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നിലനിൽക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്കം എന്തായിരിക്കും? ഓക്കെ, വെരി ഗുഡ് കാർഡാണ് ജസ്റ്റിസ്. ആൻഡ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 8 ഓഫ് കപ്സ് ആണ്. സോ ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നടന്നകലണം എന്നും ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത്. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അകന്ന് മാറണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു വ്യക്തിയിൽ നിന്ന് വൈകാരികമായിട്ടൊന്ന് ഡിസ്കണക്റ്റഡ് ആവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോകണം എന്ന് ചിന്തിക്കുന്നുണ്ട്. എസ്കേപ്പിസം. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു വ്യക്തിയുമായിട്ട് ഇമോഷണലി തീരെ കണക്റ്റ് ആവാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. ഈവൻ അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ നിങ്ങളിലേക്ക് എടുക്കാനോ ഒന്നും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർ വരുന്ന സമയങ്ങളിലേക്ക് അല്ലെങ്കിൽ അവരുടെ പ്രസൻസ് ഉള്ളിടത്തു നിന്ന് നിങ്ങൾ എസ്കേപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും ചിലപ്പോൾ. കാരണം നിങ്ങൾക്ക് അത്രത്തോളം ഇവരുടെ എനർജി ബുദ്ധിമുട്ടാണ്. ഇവർ തന്നിട്ടുള്ള കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിലുണ്ട്, നിരാശകൾ. ഈ വ്യക്തി തന്നിട്ടുള്ള കുറച്ച് വേദനകളുണ്ട്. ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് തന്നെ നിങ്ങളിൽ എന്തൊക്കെയോ കംപ്ലീറ്റഡ് അല്ല എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾക്ക് വളരെയധികം ഇറിറ്റേറ്റിംഗ് ആണ്. നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോകാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു എനർജിയാണ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള പൊതുവെയുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹു ഇസ് ദാറ്റ് പേഴ്സൺ? ഈ ഒരു വ്യക്തി ആരാണെന്ന് നോക്കുമ്പോൾ, ഒരു ഹിഡൻ എനിമി എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ആക്ച്വലി ഇതൊരു സ്പെസിഫിക് നിങ്ങളോട് വൈരാഗ്യമുള്ള ഒരാളെ അല്ല കാണിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ രക്ഷപ്പെടുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ പ്രോഗ്രസ് വരുന്ന കാണുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ വ്യത്യാസം വരുന്നത് കാണുമ്പോൾ ഡിസ്റ്റർബ് ആകുന്നൊരു വ്യക്തിയാണ്. സോ നിങ്ങളുടെ ഒരു കാലഘട്ടം മാറുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ ഒരു ജലസി ടൈപ്പ് ഓഫ് ഒരു ആളാണ്. ഓക്കെ, സോ നിങ്ങൾ ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങളുടെ ഹെൽത്ത് ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിലായിക്കോട്ടെ, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, നിങ്ങളൊരു അപ്ഡേഷൻ വരുത്തുമ്പോൾ അത് കണ്ടിട്ട് ഈ ഒരു വ്യക്തിക്ക് ഇറിറ്റേഷൻ ആവുന്നുണ്ടാകും. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലേക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് കാണുമ്പോൾ അവർക്കതൊരു ത്രെട്ടനിങ് ആയിട്ടാണ് തോന്നുന്നത്. അതായത് അവരെക്കാളും ബെറ്റർ ആവുന്നു എന്നുള്ള ഒരു ത്രെട്ടനിങ് പോലെ ഒരു ഫീലിംഗ് ആയിരിക്കും. അതുപോലെ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെയുള്ള ഒരു വ്യക്തി ആയിരിക്കാം. ആ ഒരു വ്യക്തിക്ക് ഒരു മാറ്റം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കാം. മേ ബി ഇത് നിങ്ങളുടെ ഒരു എനർജി ആവാനും ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്തേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു അപ്ഡേറ്റ് വരുമ്പോൾ, ഒരു മാറ്റം വരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാതെ നിങ്ങൾ നിൽക്കുന്നുണ്ടോ, നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, നിങ്ങളുടെ ഗ്രോത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടോ എന്നും കൂടി ചിന്തിക്കണം. ഓക്കെ, സോ ഈ ഒരു വ്യക്തിക്ക് കൂടുതലും ഈ ചേഞ്ചസിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. ഓക്കെ, നിങ്ങൾക്ക് സ്വയം അങ്ങനെ ഒരു മാറ്റത്തിനോട് വലിയ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, മേ ബി ഒരു മാറ്റം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്കിനകത്ത് 8 ഓഫ് കപ്സ് വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്റ്റിലുള്ള എന്തെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷമങ്ങളായിരിക്കും, നിങ്ങൾ കഴിഞ്ഞു പോയ അനുഭവിച്ച എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. ഈ ഒരു കാര്യത്തിനും ഒരു മാറ്റം വരുന്നതിനോട് താല്പര്യമില്ലാത്ത വ്യക്തിയായിരിക്കും. അതായത് പഴയ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ്, ഇങ്ങനെ വേദനിക്കപ്പെട്ട് ജീവിക്കാൻ തന്നെ താല്പര്യം നിങ്ങൾ കാണിക്കുന്നുണ്ടോ, അതോ നിങ്ങൾ ലൈഫിനെ റിക്കവർ ചെയ്ത് വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കണം തീർച്ചയായിട്ടും കേട്ടോ. സോ എങ്ങനെയാണ് ഇവർ നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത് 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞ ഒരു കാർഡാണ്. ആക്ച്വലി ഈ റീഡിങ് എടുത്തപ്പോൾ തന്നെ ഭയങ്കര ബ്ലോക്കേജുകളായിരുന്നു കേട്ടോ. സ്റ്റിൽ ഇപ്പോഴും അതിൻ്റെ ഒരു എലമെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പം ഈ ഒരു വ്യക്തി അവരുടേതായിട്ടുള്ള ഒരു കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്ന ഒരാളാവില്ല. അവരുടെ എല്ലാ കാര്യങ്ങളും വളരെ സീക്രട്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും വളരെ കൺട്രോളിൽ, എല്ലാം വളരെ കൈക്കലാക്കി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മാത്രമല്ല വളരെയധികം പോസസീവായിട്ടുള്ള ഒരു വ്യക്തിയാവാനുള്ള എല്ലാ ചാൻസുകളും ഈ ഒരു വ്യക്തിക്കുണ്ട്. ഓക്കെ, അതുപോലെ അവരുടെയൊക്കെ എന്ത് കാര്യത്തിനോടാണ് പേടി അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഇഷ്ടം, അവരുടെ ഇമോഷൻസ് എന്തിനോടാണ് കൂടുതലെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ എല്ലാ കാര്യങ്ങളും അവരറിയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയായിരിക്കും.
നിങ്ങൾ അറിയേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാതെ മാറ്റിവെക്കുന്ന ചില വ്യക്തികളായിരിക്കും. നിങ്ങളെ എപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുപോലെ നിങ്ങളുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വലിയ താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, കാരണം നിങ്ങൾ എപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം. ഇപ്പോൾ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണം എന്നുള്ളതാണ്. അതായത് ഫൈനാൻഷ്യൽ ഫ്രീഡം ഒന്നും തരാൻ വലിയ താല്പര്യമുള്ള ആൾക്കാരാവില്ല. അത് നിങ്ങൾക്ക് ലഭിക്കുന്നതിനോടും വലിയ താല്പര്യമുള്ള ആൾക്കാരായിരിക്കത്തില്ല. ഓക്കെ, എപ്പോഴും ഒരു ഇല്ലായ്മയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ തന്നെ എന്തെങ്കിലും നമുക്ക് ഇല്ലായ്മ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിക്കും, അല്ലെങ്കിൽ അതെല്ലാം ലോസ് ആവും എന്നുള്ള രീതിയിൽ പറഞ്ഞ് പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, ഓപ്പണായിട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് പകരം നിങ്ങളിൽ പേടി ജനിപ്പിക്കുക എന്നുള്ളത്, അതുപോലെ നിങ്ങൾക്ക് ഫ്രീഡം നിങ്ങളുടെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, അതായത് നിങ്ങളുടെ ഫ്രീഡം ലിമിറ്റ് ചെയ്തുകൊണ്ടെന്ന് വേണേൽ പറയാം. അതായത് എല്ലാം ഒന്ന് ഇവരുടെ കൺട്രോളിലായിരിക്കണം എന്നുണ്ട്, നിങ്ങളുടെ കോൺഫിഡൻസ് പോലും അവരുടെ കൺട്രോളിലായിരിക്കണം എന്നുണ്ട്. അങ്ങനെ നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം ഇത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെടുക്കുന്ന ആക്ഷൻസിനാണ് അവർക്ക് പ്രശ്നം. അതായത് നിങ്ങൾ ഓരോ ലെവലും അപ്ഡേറ്റ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ആഗ്രഹിക്കുന്നത് അവർക്ക് ഇഷ്യൂസായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് മാത്രമല്ല അവരുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെയോ ചില റൂട്ട് കോസുകളുണ്ട്. അവർക്ക് ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇതുവരെയും ഹീൽ ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. ഉള്ളിൽ കിടക്കുന്ന ചില കാര്യങ്ങൾ അത് അവർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഇങ്ങനെ മനസ്സിലിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർ എക്സ്പ്രസ് ചെയ്യാത്ത ചില ഇമോഷൻസ് അവർക്ക് സ്റ്റിൽ, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി അവർക്ക് എക്സ്പ്രസ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ അത് മനസ്സിലായിരിക്കും ഭയങ്കര ഒരു ഗ്രഡ്ജായിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ അവരെക്കാളും മുന്നോട്ട് പോകും എന്നുള്ള ഒരു പേടിയുണ്ട്. മാത്രമല്ല നിങ്ങളത് കൂടുതലും റെസ്റ്റിലിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാതെ വെറുതെ ഇരിക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഇത്. ഓക്കെ, സോ ഒരു ഇമോഷണൽ വിഡ്രോവൽ ഇവിടെ കാണിക്കുന്നുണ്ട്, ഒരു ഇൻസെക്യൂരിറ്റി ഉള്ളൊരു പേഴ്സണെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ശരിക്കും നമ്മൾ പ്രത്യക്ഷത്തിൽ വന്ന് നിങ്ങളെ നേരെ ഡയറക്റ്റ്ലി നിങ്ങളെ അറ്റാക്ക് ചെയ്യാതെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരികയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞ് നിങ്ങളെ തന്നെ കൺഫ്യൂസ്ഡ് ആക്കി നിങ്ങളെ അവസാനം ഒന്നും ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ആക്ഷൻ ഫോമാണ് ഇവരുടെ, കേട്ടോ. സോ ഈ ഒരു റീഡിങ്ങിനകത്ത് പ്രധാനമായിട്ടും നിങ്ങളുടെ ഗ്രോത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും ഈ ഒരു വ്യക്തി നിൽക്കുക. ഓക്കെ, നിങ്ങളുടെ ലൈഫിനെ ഇത് അഫക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അർഹതയുള്ള എന്ത് കാര്യം ലഭിക്കുന്നതിനും ഇവരൊരു തടസ്സമാകാറുണ്ട്. അതായത് നിങ്ങൾക്ക് നോർമലി ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞ് പേടിപ്പിച്ച് വളരെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റാറുണ്ട്. സാധാരണ ഒരാൾ വളരെ എളുപ്പത്തിൽ നേടുന്നൊരു കാര്യം നിങ്ങൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ടെൻഷൻ അടിച്ച് പേടിച്ച് വിറച്ചായിരിക്കും നേടുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ചില കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ചില ഗോൾസ്, ചില ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ബൗണ്ടറീസ് ഇടണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും ആളുകളിൽ നിന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഭിപ്രായം പറയുന്ന ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളെ ഇൻറ്റേർണലി ഭയങ്കര ടെൻസ്ഡ് ആക്കുകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരുന്ന ആളുകളിൽ നിന്നൊരു ബൗണ്ടറി ഇടാനായിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരിക്കും. കഴിവതും ഇവരുടെയൊക്കെ എനർജി നിങ്ങളെ അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു ബൗണ്ടറി തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എപ്പോഴും സാധാരണ ഒരാൾ ഫീൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ചലഞ്ചസ് ലൈഫിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി കാരണം. നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളെ പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അതായത് ഒരു ആവശ്യമില്ലാത്തടത്ത് പോലും നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത്, ചിലപ്പോൾ നിങ്ങൾ പറയുന്നതിൻ്റെ അർത്ഥമൊക്കെ വേറൊരു രീതിയിലൊക്കെ പോയിട്ട് അവസാനം നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് പലരോടും പലപ്പോഴും നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ട വരാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇമോഷണലി തകർന്നു പോവാൻ റീസൺ ആവാറുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിനെ ഈ ഒരു വ്യക്തി കാരണം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എനർജി കാരണം അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുമാത്രമല്ല നിങ്ങളുടെ കോൺഫിഡൻസിൻ്റെ ഒരു ലെവലിൽ പലപ്പോഴും മാറ്റങ്ങൾ വരുന്നുണ്ട് ഈ ഒരു വ്യക്തി കാരണം. ഓക്കെ,
പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഒരു കാർഡെന്ന് പറഞ്ഞാൽ ഒരു വാരിയറിൻ്റെ കാർഡാണ്. അതായത് ഇതൊരു ചുമ്മാ എന്തെങ്കിലും ലൈഫിലേക്ക് വരുമ്പോൾ അയ്യോ എനിക്കിങ്ങനെ പറ്റി, ഞാൻ പോവാണ്, അല്ലെങ്കിൽ എനിക്കിത് പറ്റില്ല, ഞാൻ ഇത് നിർത്തുകയാണ് എന്നുള്ള രീതിയിൽ പിൻവാങ്ങി പോകുന്ന ഒരാളുടെ കാർഡല്ല. സോ നിങ്ങളുടെ ലൈഫിനെ ഇത് അഫക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യാനും എഴുന്നേറ്റ് നിൽക്കാനും ശ്രമിക്കും. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും കുറേയും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള പൊസിഷനിലാണ് നിങ്ങളുള്ളത്. സോ ഇങ്ങനെയുള്ള എനർജീസൊക്കെ നിങ്ങളുടെ ലൈഫിൽ വരുന്നു എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സ്ട്രെങ്ത് യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സൂചന കൂടിയാണത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ട ഒരു ലെസൺ എന്താണെന്ന് നോക്കാം. ഓക്കെ, 3 of Wands എന്ന് പറഞ്ഞ കാർഡാണ്. സോ ഈ ലെസൺ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, എക്സ്പാൻഷനാണ്. ആക്ച്വലി നിങ്ങളെ ഒരു എൻകറേജിങ് മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ തരുന്നത്. അതായത് നിങ്ങൾ മുന്നോട്ട് പോകാനുള്ളൊരു മെസ്സേജാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ആളെ ഫോക്കസ് ചെയ്യണ്ട, നിങ്ങൾക്ക് എവിടെ പോകണമോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരണോ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ മറ്റേ വ്യക്തിയുടെ അഭിപ്രായങ്ങൾ കൂടുതൽ കേൾക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ അവർ പേടിപ്പിക്കുമ്പോൾ പേടിക്കാൻ നിൽക്കുന്നത് കൊണ്ടുമാണ് അവർക്ക് നിങ്ങളിലൊരു അധികാരമുള്ളത്. സോ നിങ്ങൾക്ക് ലൈഫിലേക്ക് എങ്ങോട്ടേക്ക് പോകണോ അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങളെക്കാൾ കൂടുതൽ ബെറ്റർ ആവാനായിട്ട് നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതെന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് ചെയ്യുക. ബിഗർ പ്ലാൻസ് ഉണ്ടാക്കുക എന്നുള്ള എക്സ്പാൻഷനാണ് പറയുന്നത് കേട്ടോ. സോ നിങ്ങളുടെ ഫ്യൂച്ചറിനെ നല്ല രീതിയിൽ ട്രസ്റ്റ് ചെയ്യാമെന്നാണ്, വിശ്വസിക്കുക. ഓക്കെ, നിങ്ങളുടെ ഇപ്പോഴുള്ള ഈ പേടി, അതായത് ഇവരൊക്കെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു പേടിയിൽ ജീവിക്കാതെ നിങ്ങളുടെ മുന്നോട്ടുള്ള കാലത്തിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് ജീവിക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് എന്ന് പറഞ്ഞൊരു കാര്യം വരാൻ പോകുന്നത് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ്. അല്ലാതെ നിങ്ങൾ എല്ലാവരുമായിട്ടും യുദ്ധം ചെയ്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴല്ല. നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ സക്സസ് വരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് എല്ലാവരോടും മറുപടി പറയേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ചോദിച്ചപ്പോൾ ദ സൺ എന്ന് പറയുന്ന മേജർ അർക്കാന കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സോ ഇത് സത്യം പറഞ്ഞാൽ ടാരോയിലെ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പ്രൊട്ടക്ഷൻ കാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെയാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ എനർജിയിൽ നിങ്ങൾ വീണു പോകാതെ പോസിറ്റീവായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ സത്യം തുറന്നു പറയുക. സത്യം എവിടെ പറയണം തോന്നുന്നോ അവിടെ സത്യം തുറന്നു പറയുക. പേടി കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ ചിന്തിക്കാതെ നിങ്ങളുടെ എനർജിയിൽ മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, സോ എത്രത്തോളം നിങ്ങൾ കൂടുതൽ കോൺഫിഡൻ്റ് ആകാൻ പറ്റുമോ, കൂടുതൽ ജെന്യുവൻ ആകാൻ പറ്റുമോ അത്രത്തോളം നെഗറ്റീവ് ഇൻഫ്ലുവൻസേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ എപ്പോഴും തകർന്നു പോകുന്ന അല്ലെങ്കിൽ മെൻ്റലി ഡിസ്റ്റർബ് ആവുന്ന സമയത്താണ് നെഗറ്റീവ് എനർജീസ് നിങ്ങളെ ബാധിക്കുക. നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നോ അത്രത്തോളം നിങ്ങളെ നെഗറ്റീവ് എനർജി ബാധിക്കില്ല. ഓക്കെ, ഈ ഒരു കാർഡ് ഒരു ട്രാൻസ്ഫർമേഷൻ്റെ കാർഡ് കൂടിയാണ്. നിങ്ങളുടെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളും അല്ലെങ്കിൽ പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും അല്ലെങ്കിൽ വ്യക്തികളും ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ അതിനെ അത് അവിടെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക, ശക്തമായി തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു കാർഡ് കൂടിയാണ് ഇത് കേട്ടോ. സോ ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും ചോദിച്ചപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡ് കിട്ടിയിട്ടുണ്ട്. സോ വളരെ നല്ലൊരു ഔട്ട്കമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്, ഒരു എക്സലൻറ്റ് ഔട്ട്കം എന്ന് വേണമെങ്കിൽ പറയാം. സോ നിങ്ങളുടെ സത്യത്തിന് വേണ്ടി നിലനിൽക്കുകയാണ്, നിങ്ങളുടെ ലൈഫിന് വേണ്ടി നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ നിലനിൽക്കുകയാണ് എങ്കിൽ ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് അതെല്ലാം വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു ആൻസർ കിട്ടും. ഫെയർനെസ് എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. ഓക്കെ, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് സത്യസന്ധമായിട്ടുള്ള മറുപടികൾ കിട്ടും. ഓക്കെ, നിങ്ങളുടെ ശരിയായിട്ടുള്ള സത്യം എന്തായിരുന്നു എന്നുള്ള കാര്യം ആളുകൾ തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ശരി നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് തിരിച്ച് കിട്ടാൻ തുടങ്ങും. നിങ്ങൾക്ക് സെൽഫ് റെസ്പെക്റ്റ് കിട്ടാൻ തുടങ്ങും. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ റെസ്പെക്റ്റ്, സമൂഹത്തിന് നിങ്ങളോട് റെസ്പെക്റ്റ് ഉണ്ടാകാൻ തുടങ്ങും. സോ നിങ്ങളുടെ സത്യസന്ധത എന്താണെന്നുള്ളത് ആളുകൾ തിരിച്ചറിയുന്ന ഒരു സമയം വരും. നിങ്ങൾ പറഞ്ഞ കാര്യം പാലിക്കാൻ പറ്റുന്ന ഒരാളാണ്. കോസ് ആൻഡ് എഫക്റ്റിൻ്റെ ഒരു കാർഡ് കൂടിയാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അത്രത്തോളം തന്നെയുള്ള ഒരു മറുപടിയും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഈ കാർഡ് പറയുന്നത് കേട്ടോ. സോ ഇതൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്.
സോ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് സ്റ്റെബിലിറ്റിയോടെ ക്ലാരിറ്റിയോടെ ഉള്ളൊരു ലൈഫ് മുന്നോട്ടുണ്ടാവും എന്നുള്ളതാണ് നിങ്ങൾ ഈ ആക്ഷൻ എടുക്കുകയാണെങ്കിൽ കേട്ടോ. സോ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്കൊരു വാർണിംഗ് തരികയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നിങ്ങളുടെ ചുറ്റുമുള്ള ഒരു എനർജി അല്ലെങ്കിൽ നിങ്ങളെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജി എത്രത്തോളം ഉള്ളതാണ്, നിങ്ങളതിൽ നിന്ന് പഠിക്കേണ്ടത് എന്താണ്, നിങ്ങളിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമ്മൾ പറഞ്ഞു വയ്ക്കുന്നത്. സോ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസൊണേറ്റ് ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു എനർജിയെ നിങ്ങളെ അഫക്റ്റ് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം. താങ്ക് യു സോ മച്ച്. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.